ഓഡിയോ സംഭാഷണം വരുന്നതിന് മുമ്പ് ഈ അമ്മ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഈ അപ്പനാണെങ്കിൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ ബ്രദർ വ്യക്തമായ കണ്ടീഷൻ വെച്ചതാണ്. ഇപ്പോഴും ബ്രദർ ആ കണ്ടീഷൻ ഉറച്ചു പറയുന്നുണ്ട്. കാരണം പുള്ളിയുടെ ആവശ്യം എന്താണെന്നറിയോ, ഇവർ പറയുന്നത് ഇപ്പം അംഗീകരിച്ച് കൊടുത്ത് ഇവർ പറയുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞ് അവരെ ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ട്രസ്റ്റിന് കിട്ടില്ല. ഇതെല്ലാം അവരുടെ കുടുംബക്കാരെ സ്വത്തായി പോവും. നാട്ടുകാർ അധ്വാനിച്ച് ഓരോ വ്യക്തികൾ, ഞാനടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ അവരെ കഷ്ടപ്പാടിൻ്റെയും വേർപ്പിൻ്റെയും ഒരു വില കൊടുത്തത് ഇവരുടെ പുട്ടടിച്ചിരിക്കല്ലേ. പക്ഷെ ബ്രദർ പറഞ്ഞാലും മകള് പോയി ചത്താലും അജ്മലിനെ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ കുറച്ച് കടന്നു കൈയായിപ്പോയില്ല. അതാണ് ഇപ്പൊ ആളുകൾ കേട്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്. അതിന് മുമ്പ് വല്ലതും പറയണമായിരുന്നു. അത് പുള്ളി അത് പറയാനല്ല, മോളോട് പറയുന്നത് കാര്യമുണ്ട്. മോളെ നീ സത്യം മനസ്സിലാക്കണം. അമ്മ ചെയ്ത് തെറ്റ് തിരുത്തി അമ്മ അതിൽ വാ, അടവനോടും പറയണ്ട, നീയും വാ, ട്രസ്റ്റിലേക്ക് വാ. പക്ഷെ അടവണക്കില്ല തന്നെയാണിത്. അവൾ തന്നെയാണ് മുൻപേ നീ ട്രസ്റ്റ് മുന്നോട്ട് ഡയറക്ടറായിട്ട് നിന്ന് നയിക്കേണ്ടത്. അത് അവൾക്കും കൂടി ഉത്തരവാദിത്തമാണ് അതിൽ. കാരണം നാളെ ഇവളിരിക്കുമ്പോൾ അമ്മ അതേ കളത്തരം കാണിച്ചാൽ അവൾ കളിയാവില്ലേ. അത് നിനക്ക് ഈ തെറ്റ്, അപ്പനെ പറ്റിയ തെറ്റ് മോൾക്ക് വരരുത് എന്നുള്ള പിതൃവാത്സല്യം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. പുള്ളി എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെയ്ത തെറ്റ് തിരുത്തിയിട്ട് നീ ട്രസ്റ്റിൽ വാ, വന്നതിന് ശേഷം എന്നെ പുറത്താക്കാം. അതിൻ്റെ റീസണും പുള്ളിയിൽ പറയുന്നുണ്ട്. അല്ലാതെ എന്നെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മ ചെയ്തത് എന്തിട്ടാ, അമ്മ തിരുത്തൂല. അമ്മ തെറ്റ് തിരുത്ത്. ഇപ്പോഴും പുള്ളി തന്നെയാണല്ലോ പറഞ്ഞത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഇത്രയും വിഷയങ്ങൾ നടന്നു, ഇത്രയും ഇത് വന്നിട്ടും ആ മീഡിയ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അജ്മലിനെ ഇപ്പോൾ ഒഴിവാക്കുന്നില്ലെന്ന്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അജ്മലിനെ ഒഴിവാക്കാം, ഞാൻ ഒഴിവാക്കാൻ ഇപ്പോഴും റെഡിയാണ്. പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, ഞാൻ ചെയ്തത് ഇന്ന തെറ്റും. ആ സ്ഥലം വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല, പ്രൂഫ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സും പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. അത് വിറ്റ് അല്ലെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വന്നു, എവിടെ നിന്ന് കിട്ടിയ ആ പൈസ തിരിച്ച് ട്രസ്റ്റിലേക്ക് അടയ്ക്കുക. മനസ്സിലായി? എന്നിട്ട് മാതൃകയാവുക. ട്രസ്റ്റിലേക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെൻഡിങ് നിൽക്കുന്ന വീടിൻ്റെ വർക്കുകളുണ്ടല്ലോ, തീർക്കുക. എന്നിട്ട് പുള്ളിക്കാരി മാതൃകയായി കുടി നിർത്തി ബ്രദറിൻ്റെ അടുത്തേക്ക് പോവാം, ഞാൻ പോയേക്കാം.